ഹായ് ഗൈസ്, നിങ്ങളൊരു ഐഫോൺ യൂസറാണോ അല്ലെങ്കിൽ നിങ്ങളൊരു ഐഫോൺ വാങ്ങാൻ വേണ്ടി നോക്കി നടക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡ്സിൻ്റെ മൊബൈൽസിലും നമുക്ക് വരുന്നൊരു ഇഷ്യൂ ആണ് ഡിസ്പ്ലേ കംപ്ലയിൻസ്. അങ്ങനെ നമ്മുടെ ഐഫോൺസിലും 13 സീരീസിൽ കൂടുതലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനും ഇതുപോലെ ഒരു പണി കിട്ടി. അവന് കിട്ടിയതൊരു കിടിലം പണിയാണ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫോൺ അവൻ വാങ്ങിയിട്ട് 6 ദിവസം, അതായത് ഈ ഡിസ്പ്ലേ ഇഷ്യൂ വരുന്നതിൻ്റെ 6 ദിവസം മുമ്പ് ലോക്കൽ മാർക്കറ്റിൽ നിന്ന് അവൻ യൂസ്ഡ് ഫോൺ മേടിച്ചാണിത് 13 Pro. അപ്പോൾ 6ാമത്തെ ദിവസം ജസ്റ്റ് ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ജസ്റ്റ് സ്ക്രീൻ പെട്ടെന്ന് ഗ്രീൻ കളറായി പോയി. മൊത്തം ഗ്രീൻ ആയിട്ടൊരു ലൈൻസ് ഒക്കെ വന്നിട്ട് അടിച്ചു പോയി ഗൈസ്. വെറും 6 ദിവസം മുമ്പ് ഇത്രയും പൈസ കൊടുത്ത് മേടിച്ചൊരു ഫോണിൽ ഡിസ്പ്ലേ അടിച്ചു പോയപ്പോൾ പെട്ടെന്ന് പുള്ളി ഡെസ്പായി. അപ്പോൾ തന്നെ പുള്ളി ഈ ഫോൺ മേടിച്ച ലോക്കൽ ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ ഡിസ്പ്ലേ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ സർവീസ് സെന്ററിൽ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി ആ ഹെൽപ്ലെസ് ആയി. മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഫോണിന്റെ വാറണ്ടി ഓൾറെഡി എക്സ്പയർഡ് ആയിരുന്നു. അപ്പോൾ പുള്ളി വിചാരിച്ച് ഈ ഫോണിന് എന്തായാലും സ്വന്തം പൈസയ്ക്ക് ഡിസ്പ്ലേ മാറേണ്ടി വരും എന്നോർത്ത് പുള്ളി ആകെ ഡെസ്പായിരുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മിക്കവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. 99.5% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഫ്രീ ആണ്, അത് ഞെക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ആപ്പിളിൻ്റെ സർവീസ് സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഐഫോൺ 13 സീരീസിന് വാറണ്ടി ഇല്ലെങ്കിൽ പോലും ഡിസ്പ്ലേ ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അത് ആപ്പിൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫിസിക്കൽ ഡാമേജോ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രമാണ് ആപ്പിൾ ഇത് അപ്രൂവ് ചെയ്ത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അന്നേ ദിവസം തന്നെ ആപ്പിളിൻ്റെ തൃശ്ശൂരുള്ള ഓതറൈസ്ഡ് സർവീസ് സെൻ്ററിൽ പോയി. ഒരു ഉച്ചയാകുമ്പോഴാണ് ഞങ്ങൾ അവിടെ ചെന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചെന്നപ്പോൾ തന്നെ അവർ ഞങ്ങളോട് ഒരു ടോക്കൺ എടുക്കാൻ പറഞ്ഞു. എല്ലാം ഓൺലൈനാണ്. അപ്പോൾ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെന്നിട്ട് ജസ്റ്റ് ഓൺലൈൻ ടോക്കൺ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ടോക്കൺ എടുത്തു. ഡിവൈസ് അവരെ കാണിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞു ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവർ ചെക്ക് ചെയ്തിട്ട്, അതായത് ഫോൺ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അവർ കുറച്ച് നേരം ഫോണെല്ലാം ചെക്ക് ചെയ്തു. അതായത് ഫിസിക്കൽ ഡാമേജ്, പുറത്ത് സ്ക്രാച്ചോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ചെക്ക് ചെയ്തതിന് ശേഷം അവർ പിന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇനി അവർ ഫോൺ തുറന്നിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് വാട്ടർ ഡാമേജോ അങ്ങനെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സർവീസ് കോസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്തായെങ്കിലും അവർ റിപ്പോർട്ട് അപ്പോഴേ പറയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഫോൺ സർവീസ് സെൻ്ററിൽ കൊടുക്കുമ്പോൾ അവർ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ കാർഡെല്ലാം പറിച്ച് കളയും. അതുപോലെ തന്നെ ലാമിനേഷനോ എന്തെങ്കിലും പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പറിച്ച് കളയും. എന്നിട്ടാണ് അവർ നമ്മുടെ ഫോൺ സർവീസിനായിട്ട് എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ ID അല്ലെങ്കിൽ iCloud ID അവർ നമ്മളോട് സൈൻ ഔട്ട് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേ പോയതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഫോണിൽ നിന്ന് നമ്മുടെ ആപ്പിൾ ID അല്ലെങ്കിൽ iCloud ID കയറിയിട്ട് നമ്മുടെ ഫോൺ നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്തത്. അതിന് ശേഷമാണ് നമ്മൾ ഫോൺ അവർക്ക് വാറണ്ടിക്കായിട്ട് കൊടുത്തത്. ഈ ഫോൺ അവിടെ ഡയഗ്നോസിസിന് കൊടുക്കുമ്പോൾ അവർ ചാർജ് ഈടാക്കുന്നുണ്ട്. അതായത് ഒരു 2250 രൂപയോളം നമ്മളവിടെ കെട്ടിവെക്കണം. അപ്പോൾ ഒരു 2250 രൂപ അവിടെ നമ്മൾ ഈ ഫോൺ ഡയഗ്നോസിസ് ചാർജ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് നമ്മളന്ന് മേടിക്കുന്നുണ്ട്. 2250 രൂപ നമ്മളവിടെ കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ ഫോൺ അവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു. അങ്ങനെ വീട്ടിലെത്തൊരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവർ നമ്മൾ തിരിച്ചു വിളിച്ചു. ഫോൺ യാതൊരു കുഴപ്പങ്ങളും വേറെ ഫിസിക്കൽ ഡാമേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ വാറണ്ടി അപ്രൂവ് ആയിട്ടുണ്ട്. അതായത് ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ മാറി തരാൻ ആപ്പിളിൽ നിന്ന് നമുക്ക് അപ്രൂവ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയി. കാരണം വെറും 4 മണിക്കൂർ കൊണ്ട് അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഡിസ്പ്ലേ നമുക്ക് ഫ്രീ ആയി മാറി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു മെയിൽ വന്നു, നിങ്ങളെ ഫോൺ ഇങ്ങനെ ആ ഡിസ്പ്ലേ മാറാം, അപ്രൂവ് ആയിട്ടുണ്ട്, ഫ്രീ ഓഫ് കോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ വന്നു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ 10 ആകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ 10 ആകുമ്പോൾ വന്നാൽ നിങ്ങൾക്ക് ഫോൺ കണക്ട് ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം വീണ്ടും സർവീസ് സെൻ്ററിൽ എത്തി. രാവിലെ 10:30 അവർ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ എന്തായാലും ഫോൺ റെഡി ആയല്ലോ, അതുകൊണ്ട് സമാധാനത്തോടെ നമ്മൾ സാവധാനമൊക്കെ പോയി. ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ചെന്നു. നമുക്കൊരു ഫോൺ തന്നു, ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തപ്പോൾ ഫോൺ പക്കയാണ്. ഡിസ്പ്ലേ എല്ലാം മാറി, പുതിയ ഡിസ്പ്ലേ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിൻ ലെയറൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഐഫോണിൻ്റെ ആപ്പിൾ പ്രൊഡക്റ്റ്, അതായത് ഐഫോൺ എല്ലാം നമ്മളൊരു വാറണ്ടിക്ക് ഒരു ഐഫോൺ കൊടുത്തു കഴിഞ്ഞാൽ ഡയഗ്നോസിസ് ഇവിടെ ഉണ്ടായിരുന്നില്ല. അതായത് എന്താണ് കംപ്ലൈൻറ്റ് എന്ന് ചെക്ക് ചെയ്യുന്നത് നേരെ ഒരു ബാംഗ്ലൂരുള്ള സർവീസ് സെൻ്ററിലോട്ട് വിട്ടിട്ടായിരുന്നു നമ്മളെ ഡയഗ്നോസിസ് കഴിഞ്ഞ് നമുക്ക് റിപ്പോർട്ട് വരാം. ഇപ്പം ഞങ്ങൾ പോയ തൃശ്ശൂരിലെ സർവീസ് സെൻ്ററിൽ ഡയഗ്നോസിസ് അവർ അവിടെ തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്തിട്ട് അവർ വാറണ്ടി കിട്ടുമോ ഇല്ലയോ അല്ലെങ്കിൽ എത്ര രൂപയാകും, അത് ഫ്രീ ഓ കോസ്റ്റ് ആണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് റിപ്പോർട്ട് അപ്പം തന്നെ തരും. ഏകദേശം ഒരു 4-5 മണിക്കൂറിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഡയഗ്നോസിസ് ഇപ്പോൾ ഉള്ള കേരളത്തിലെ സർവീസ് സെൻ്ററിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയ സർവീസ് സെൻ്ററിൽ എന്തായാലും അവിടെ തന്നെ ഡയഗ്നോസിസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫാസ്റ്ററായിട്ട് സർവീസ് ചെയ്ത് കിട്ടി. അതായത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ മുമ്പൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫോൺ സർവീസ് ചെയ്യാൻ കൊടുത്തപ്പോൾ അത് ഏകദേശം ഒരാഴ്ചത്തോളം എടുത്തിട്ടാണ് ഡിസ്പ്ലേ മാറി വന്നത്. ഈ കേസിൽ നമുക്ക് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ ഫോൺ കൊടുത്തു. വൈകിട്ടാകുമ്പോഴത്തേക്കും അവർ ഫോൺ സർവീസ് അപ്രൂവ് ആയി. അങ്ങനെ നമ്മൾ ഡിസ്പ്ലേ മാറ്റി തരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഫോൺ റെഡിയായി നമ്മുടെ കയ്യിൽ തരികയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ആപ്പിൾ വാറണ്ടി ഇല്ലാത്ത ഐഫോൺ 13 പ്രോയുടെ ഡിസ്പ്ലേ നമുക്ക് മാറ്റി തന്നു. പിന്നെ നമ്മൾ 2250 രൂപ ഡെപ്പോസിറ്റ് ആയി നമ്മളവിടെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പിൾ അത് അപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ പൈസ നമുക്ക് അവർ തിരിച്ചു തരാനുണ്ടായി. നമ്മൾ ഫോൺ മേടിച്ചപ്പോൾ തന്നെ ബൈ ക്യാഷ് ആയിട്ട് നമുക്ക് അവർ തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. 2025 ഒരു ഐഫോൺ വാങ്ങുവാണെങ്കിൽ ഏത് ഫോൺ എടുക്കണം അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ വീഡിയോ പോയി കാണാം. അപ്പോൾ ഐഫോൺ 13 സീരീസ് എടുക്കുന്നവരെന്തായാലും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചോളാം. ഫോൺ നല്ലപോലെ ഉപയോഗിക്കുക. സ്ക്രാച്ചോ ഡാമേജോ ഒക്കെ ഉണ്ടെങ്കിൽ വാറണ്ടി ഇപ്പോൾ ഡിസ്പ്ലേ പോകും. ഇൻ കേസ് എല്ലാവരുടെ
ബാറ്ററിയും പോകുന്നില്ല. പക്ഷേ ഇൻ കേസ് ഡിസ്പ്ലേ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി കിട്ടണമെങ്കിൽ ഡാമേജോ ഫിസിക്കൽ ഡാമേജോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആപ്പിൾ ഫ്രീ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യുന്ന നിലവിൽ കൊടുക്കുന്നുണ്ട്. എത്ര കാലം കൊടുക്കുമോ അതോ ഇനി എടുത്തു പോവോ പൈസ ഈടാക്കുമോ അതൊന്നും നമുക്ക് അറിയാൻ പറ്റുന്നത്. നിലവിൽ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം മാറ്റി തന്ന ഒരു എക്സ്പീരിയൻസ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ മിക്കവാറും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. 99.5% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഫ്രീ ആണ്, ഞെക്കിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കണ്ടൻസുമായിട്ട് ഞാൻ വീണ്ടും വരും. ബൈ.